ഹായ് മച്ചന്മാരെ, നിങ്ങൾക്ക് സാക്ഷാൽ നാരായണന്റെയും കഥ അറിയോ? അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ ലവ് സ്റ്റോറി അറിയോ? ഇവർക്ക് രണ്ടുപേർക്കുവേ കണ്ണും തമ്മിൽ നോക്കിയിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അല്ലെങ്കിൽ അത് പോട്ടെ, ഒന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് കൺമുനകളിലൂടെ നോക്കിയിട്ട് അതിനകത്ത് നിറച്ച് സ്നേഹം തുളുമ്പി നിൽക്കുന്ന ആ ഒരു രീതിയുണ്ട്. അതായത് സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം. നീ അത് പോട്ടെ, ഇതിന്റെ അടുത്ത വരുന്ന വരികളില്ലേ, ഇവർക്ക് രണ്ടുപേർക്കുവേ, അതായത് സാക്ഷാൽ മഹാവിഷ്ണു മഹാലക്ഷ്മി ദേവിയില്ലേ, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്നറിയോ? മഹാവിഷ്ണു ആണെങ്കിൽ പറയും തൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നതാണ് മഹാലക്ഷ്മി ദേവിന്. എന്നാൽ മഹാലക്ഷ്മി ദേവി ആണെങ്കിൽ പറയും സാക്ഷാൽ നാരായണനാണ് ദേവിയുടെ ഹൃദയത്തിനകത്തിരിക്കുന്നതെന്ന്. പ്രിയനേ നിൻ ഹൃദയ താളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം. അങ്ങനൊരു ലവ് സ്റ്റോറി ഇവർക്കെല്ലാവർക്കും ഉണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ രാധികയില്ലേ, രാധികയ്ക്ക് രാധിക എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം ഏറ്റവും വലിയ ആരാധികയായതുകൊണ്ടാണ്. നീ എന്ന വിഗ്രഹത്തിൻ ആരാധിക.